മമ്മൂട്ടിയുടെ സിനിമ. അതായിരിക്കും. അത് തന്നെ. ആ സിനിമയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മിക്കവാറും എല്ലാവരും. ഞങ്ങളൊന്നാണ് ലെവൽ ക്രോസിൽ കയറിയ സമയത്ത് തന്നെയാണ് അതിനകത്തിലൊരു സീനുണ്ട്. മമ്മൂട്ടി കണ്ട് ട്രെയിനിൻ്റെ കീഴിൽ ചാടുന്നത്. അതങ്ങനെ അത് രണ്ടും ഒരേ ഓടി തന്നെ പറ്റിയെന്നുള്ളതാണ്. കണ്ടുകൊണ്ടിരിക്കുക, പറഞ്ഞിട്ട് കാര്യമില്ല. തെളിച്ചു ഞാൻ ഏതാണ്ട് പത്ത് അടുത്ത ഒരു വീടിൻ്റെ ഫ്രണ്ട് വശത്ത് കണ്ടോ തെളിച്ച് വീണ് കിടന്നേ എന്നുള്ളത് അതോ പറഞ്ഞാൽ ഏതാണ്ട് എനിക്ക് ആ ഒരു ഓർമ്മയില്ല. ഞങ്ങൾ 43 പേരോളം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് ട്രെയിൻ തെക്കുന്ന് വരികയും പുഷ്പളെന്നും പറഞ്ഞ ട്രെയിൻ ഉണ്ടായിരുന്നു. ബസ് ഓഫായിപ്പോയി. എഞ്ചിൻ ഓഫായിപ്പോയി. കാരണം ഹോണടി കേട്ടപ്പോഴത്തേക്ക് പുള്ളി ഡ്രൈവർ എന്ന് പറഞ്ഞ സാധനം മനുഷ്യനല്ലേ, പുള്ളി അപ്സെറ്റായി കാണും. ഈ വയറിനകത്ത് നിറയെ ഗ്ലാസ്സായിരുന്നു. ഈ ബസ്സിന്റെ ഗ്ലാസ്സായിരുന്നു. ഗ്ലാസ് ഈ തുടങ്ങി ഇങ്ങോട്ടൊരു ചാനൽ, അലോമിനിയത്തിന്റെ ചാനലും ആയിരുന്നു. എന്താ പറഞ്ഞാൽ ഇതെല്ലാം അവർ ഓപ്പറേഷൻ ചെയ്തെടുത്തു. എൻ്റെ അനിയച്ചാരും അവൻ്റെ ഭാര്യ ഒരു കുട്ടി മരിച്ചു. എൻ്റെ ഭാര്യ മരിച്ചു. എൻ്റെ സഹോദരി മരിച്ചു. സഹോദരിയുടെ ഒരു അനുജന്റെ ഭാര്യ അവർ മരിച്ചു. ഇത്രയും പേരാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മരണമുണ്ടായത്. ബസ്സിന് ഫ്രണ്ട് ഇടിച്ചു കഴിഞ്ഞപ്പോൾ ബസ് നേരെ ടേൺ ചെയ്തു. ബസ് നേരെ ടേൺ ചെയ്തപ്പോൾ സൈഡടിച്ചു. സൈഡടിച്ചാണ് വെച്ചത്. വെച്ചാൽ കണ്ടത്തിൽ ഒരു മാവുണ്ടായിരുന്നു. ആ മാവേലും കണ്ടത്തിലും ഒക്കെ ആയിട്ട് ബസ്സിന്റെ അവശിഷ്ടങ്ങൾ, ആൾക്കാരുടെ അവശിഷ്ടം അവിടെ മുഴുവൻ 38 പേര് ഓൺ ദ സ്പോട്ട് തീർന്നു. നമ്മളുടെ സുഹൃത്തായ ഒന്നാണ് നമ്മൾ വിവാഹത്തിന് പോയത്. ഇത് തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഞാനും ഉണ്ടായിരുന്ന എൻ്റെ ഒരു അനുജനുണ്ട്. അനുജനും ഏറ്റവും കൂടുതൽ താല്പര്യമായിരുന്നു അവരോട്. സുഹൃത്തുക്കളായിരുന്നു അവരെല്ലാം. അവരുടെ കൂടെ പഠിക്കുകയും അവരുടെ സുഹൃത്തായിട്ട് തന്നെ രാത്രി ഊണ് ഉറപ്പോ എല്ലാം ഒരുപോലെ തന്നെ കഴിഞ്ഞു കൊണ്ടിരുന്നു. ആ ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ കല്യാണം പോയത്. അവരുടെ പേര് സോമൻ. കൊട്ടാരക്കരയ്ക്ക് ഇപ്പം നെടിയവിള എന്ന് പറയുന്ന സ്ഥലത്താണ് കല്യാണം. ഞങ്ങൾ കല്യാണത്തിന് പോവുകയും അവിടെ ചെന്ന് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു വരുന്ന സമയത്ത് 2 ബസ്സുണ്ട്. TTMSകാരുടെ 2 ബസ്, ഒരു മിനി ബസ്, ഒരു കാറ്, അങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരുടെ വാഹനത്തിൽ കയറി ഞങ്ങൾ കായംകുളത്തങ്ങനെ കുറച്ച് പേരൊക്കെ കൊണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ജംഗ്ഷനിൽ ലെവൂർ ജംഗ്ഷനിൽ വരാൻ നിർത്തി ഒരാൾ ഇറങ്ങി. ഞങ്ങൾ 43 പേരോളം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് ട്രെയിൻ തെക്കുന്ന് വരികയും പുഷ്പളെന്നും പറഞ്ഞ ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ തെക്കുന്ന് വരികയും കായംകുളം എറണാകുളം വരികയും ബസ് റോഡിലോട്ട് കയറുകയും ട്രാക്കിലോട്ട് കയറുകയും ഒരുപോലെ എഞ്ചിൻ ട്രെയിനിൻ്റെ എഞ്ചിൻ ഹോൺ അടിക്കുകയും അവർ ഹോൺ അടിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ബസ് മുന്നോട്ടോ പുറമോട്ടോ പോകുന്നെങ്കിൽ പൊക്കോട്ടെന്നില്ല. ഇല്ല, ഗേറ്റില്ല, ആളുമില്ല, ഒന്നുമില്ലാത്ത സമയത്താണ് അവിടെ കയറി. ബസ് ഓഫായിപ്പോയി. എഞ്ചിൻ ഓഫായിപ്പോയി. കാരണം ഹോണടി കേട്ടപ്പോഴത്തേക്ക് പുള്ളി ഡ്രൈവർ എന്ന് പറഞ്ഞ സാധനം മനുഷ്യനല്ലേ, പുള്ളി അന്ന് അപ്സെറ്റായി കാണും. പോയി ഫ്രണ്ട് വണ്ടി വന്ന് നേരെ ഫ്രണ്ട് ഇടിക്കുകയാണ്. ഇടിച്ച് വണ്ടി ടേൺ ചെയ്തിട്ട് ബാക്ക് ഇടിക്കുക. ബാക്ക് ഇടിച്ച് ഇടിക്കുന്നതിന് വരെയുള്ള ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നു. കാണുന്നില്ല, ഇടി കണ്ടുകൊണ്ട് കാരണം ഫ്രണ്ടിൽ 3 പേരിരിക്കുന്ന സീറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക. കാരണം നേരെ മേളിൽ TV വെച്ചേക്കാണ്. അപ്പോൾ ആ TV കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ നേരെ താഴെയിരുന്നു. ഏറ്റവും ഫ്രണ്ടില് കണ്ടോണ്ടിരിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. തെളിച്ചു ഞാൻ ഏതാണ്ട് പത്ത് അടുത്ത ഒരു വീടിൻ്റെ ഫ്രണ്ട് വശത്ത് കണ്ടോ തെളിച്ച് വീണ് കിടന്നേ എന്നുള്ളത് അതോ പറഞ്ഞാൽ ഏതാണ്ട് എനിക്ക് ആ ഒരു ഓർമ്മയില്ല. അവിടുന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു തന്നെ ഞാൻ കിടന്നത്. എൻ്റെ അനിയച്ചാരും അവൻ്റെ ഭാര്യ ഒരു കുട്ടി മരിച്ചു. എൻ്റെ ഭാര്യ മരിച്ചു. പിന്നെ
എൻ്റെ സഹോദരി മരിച്ചു. സഹോദരിയുടെ ഒരു അനുജന്റെ ഭാര്യ അവർ മരിച്ചു. ഇത്രയും പേരാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മരണമുണ്ടായത്. ഞാനുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പിന്നെ എന്തായാലും സർവാരയിലേക്ക് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു. 48 ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു. പക്ഷെ അത് സർവാരയിലേക്ക് രക്ഷപ്പെടാനുള്ള ഏക കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബന്ധുവായ ഡോക്ടർ ഉണ്ടായിരുന്നു. അതൊരു ഡോക്ടർ വിനയകുമാർ, ഗ്യാസ്ട്രോൻട്രോളജിയുടെ പ്രൊഫസറാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് വിവരം ഇവിടുന്ന് എല്ലാവരും അറിയിച്ചു. അങ്ങനെ അദ്ദേഹം മുൻകൈയെടുത്ത് വന്ന് നോക്കിയപ്പോഴേ ഞാനുണ്ടായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ടുപോയി പുള്ളി തന്നെ പുള്ളിയുടെ റിസ്കിലാണ് കൊണ്ടുപോയി ചികിത്സിച്ച് ഓപ്പറേഷൻ നടത്തി. ഗ്ലാസ്സിന് ഈ വയറിനകത്ത് നിറയെ ഗ്ലാസ്സാണ്, ഈ ബസ്സിന്റെ ഗ്ലാസ്സാണ്. ഗ്ലാസും ഈ തുടങ്ങി ഇങ്ങോട്ടൊരു ചാനൽ, അലൂമിനിയത്തിന്റെ ചാനലും ആയിരുന്നു. എന്താ പറഞ്ഞാൽ ഇതെല്ലാം അവർ ഓപ്പറേഷൻ എടുത്ത് എന്നെ കിടത്തി അപ്പോൾ എൻ്റെ ഭാര്യയുണ്ട് അവിടെ, ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുക. ഭാര്യ 5-ാമത്തെ ദിവസം, ഈ സംഭവം നടന്നതിന് 5-ാമത്തെ ദിവസം അവർ മരിക്കുന്നു. അവർക്ക് തലയ്ക്കും കണ്ട് അടി കിട്ടി, തല ഉടഞ്ഞു പോയി. അങ്ങനെ അവർ മരിക്കുന്നു. പിന്നെ അനിയൻ്റെ ഭാര്യയും കുഞ്ഞും സ്പോട്ടിൽ മരിച്ചു. ആ പെങ്ങളും പെങ്ങളുടെ അനിയത്തി അവരെത്രയും പേര് സ്പോട്ടിൽ മരിച്ചു. എൻ്റെ ഭാര്യ 5 ദിവസം കഴിഞ്ഞതിന് ശേഷവും മരിച്ചത്. അതിനകത്ത് സിനിമ ചെയ്യാനുണ്ടായിരുന്നു. മമ്മൂട്ടി ട്രെയിനിൽ കീഴ് ചാടുന്നു എന്നൊക്കെ പറഞ്ഞൊരു സിനിമയായിരുന്നു. വീട് നടക്കുന്നു. അത് ആൾക്കാരിങ്ങനെ പറഞ്ഞു പാടുകയുള്ളൂ. എനിക്ക് അതാണ് അതിനകത്ത് വീഡിയോ ഇട്ടേക്കുമായിരുന്നു. മമ്മൂട്ടിയുടെ സിനിമ. അതായിരിക്കും. അത് തന്നെ ആ സിനിമയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മിക്കവാറും എല്ലാവരും. ഞങ്ങളൊന്നാൾ എവക്രോസ് കയറിയ സമയത്ത് തന്നെയാണ് അതിനകത്തൊരു ഒരു സീനുണ്ട്. മമ്മൂട്ടി ട്രെയിനിൽ ചാടുന്നതായിട്ട്. അതങ്ങനെ അത് രണ്ടും ഒരു ബോഡിൽ തന്നെ പറ്റിയെന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഇതിനകത്ത് കുറച്ചൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവായിരുന്നു. ഒന്നുകിൽ ഈ ബസ് അപ്പുറം നിർത്തിയിട്ട് ക്ലീനർ ഇറങ്ങി നോക്കിയിരുന്നെങ്കിൽ അപകടം ഒഴിവായിരുന്നു. ഇല്ല, നേരത്തെ ഒരു ബസ് കടന്നു പോയതിന്റെ പുറമെ ഇതും കയറി പോന്നു. ഒരു ബസ് കടന്നുപോയി, ഒരു ബസ്സും കടന്നുപോയി, പിന്നെ ഒരു മിനി ബസ് കടന്നുപോയി, ഒരു കാറ് നടന്നുപോയി. അത്രയും പോയി. ആരും സിഗ്നൽ അതല്ലെങ്കിൽ പോകുന്നില്ല. അവിടെ ഇവിടെ വന്ന് ഈ നമ്മുടെ നേരെ മുൻവശം അവിടെ ആളിനെ ഇറക്കി അത്ര ദൂരമല്ലേ ഉള്ളൂ. ഇവിടെ കൊണ്ട് ഇറക്കി ആളിനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഇടിയാണ്. അവിടെ ആൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇടിയാണ്. ഇവിടെ എല്ലാവരും കൂടെ പോയി. മരണപ്പെട്ട 38 പേര് മരണപ്പെട്ടു. 6 പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഡ്രൈവറും ഡ്രൈവറും ഉൾപ്പെടെ. അവര് രക്ഷപ്പെട്ടില്ല. ഡ്രൈവറും ക്ലീനറും ഇടത്ത വശത്ത് ഒരു സൈഡ് സീറ്റ് ഉണ്ട്. ആ സൈഡ് സീറ്റിലാണ് ക്ലീനർ വരുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ നേരെ പുറകിലാണ് ഞാനിരുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ നേരെ പുറകിൽ. അപ്പം തെക്കൊന്ന് വന്ന് ഇരിക്കും. ഫസ്റ്റ് ഇടി കിട്ടുന്നത് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഞാൻ കണ്ടോണ്ടിരിക്കുക. അപ്പൊ നേരെ ഇപ്പൊ ഇതാ പിന്നെ ഫുട്ബോളോ എന്റെ സീറ്റിന്റെ നേരെ ഫുട്ബോളാണ്. അവിടുന്ന് ഇടിച്ച കൂടത്തിൽ എന്തോ ഒരു ഈശ്വരാനത്തിനായിരിക്കും ഞാൻ ഈ ഫുട്ബോളിൽ കൂടെ തെറിച്ചങ്ങ് പോയി. ഫുട്ബോളിൽ കൂടെ തെറിച്ച് പോയെന്ന അറിവ് ഈ പറഞ്ഞ അറിവ് എനിക്ക് അത്ര പിടിയില്ല. പറഞ്ഞ അറിവ് അങ്ങനെയാണ് എൻ്റെ ശരീരം മുഴുവൻ ഈ ആ ഗ്ലാസ് ഇടിച്ച് കയറി ഇതിനകത്ത് മൊത്തം ഗ്ലാസ്സാക്കി, വയറിനകം മൊത്തം ഗ്ലാസ്സാക്കി. ആ ഭാഗത്താണ് വന്ന് ഇടിച്ച്. അവിടെ ഇങ്ങോട്ട് ഇടിച്ചപ്പോഴത്തേക്ക് തന്നെ ഞാൻ തെറിച്ച് പോയി. തെറിച്ച് നേരെ ആ ഫുട്ബോളിനകത്ത് കൂടെ നേരെ പുറത്തു പോയി. ഡോർ വഴി പുറത്തു പോയി. അതാണ് അത് തന്നെ. ഈ ബസ്സിന് ഫ്രണ്ട് ഇടിച്ചു കഴിഞ്ഞപ്പോൾ ബസ് നേരെ ടേൺ ചെയ്തു.
ബസ് നേരെ ടേൺ ചെയ്തപ്പോൾ സൈഡടിച്ചാണ് തെറിച്ചത്. തെറിച്ച കണ്ടത്തിൽ ഒരു മാവുണ്ടായിരുന്നു. ആ മാവിൽ കണ്ടത്തിലും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. ബസ്സിന്റെ അവശിഷ്ടങ്ങൾ, ആൾക്കാരുടെ അവശിഷ്ടം അവിടെ മുഴുവൻ 38 പേര് ഓൺ ദ സ്പോട്ടിൽ തീർന്നു. അതുപോലെ രക്ഷപ്പെട്ട ഒന്ന് ഞാനുണ്ട്, ഒന്ന് രണ്ട് കരിക്കാലൊരു പയ്യനുണ്ട്, ഇവിടെ രാജു എന്നും പറഞ്ഞിട്ട് ഒരാളുണ്ട്, പിന്നെ 10 പേര് ചേച്ചിയുണ്ട്, കാഞ്ഞൊരു പയ്യനുണ്ട്. ഇത്രയും വരെ ഉള്ളു രക്ഷപ്പെട്ടു. കല്യാണം നടന്ന വെള്ള അവസ്ഥ അവരെ പറഞ്ഞിട്ട് വല്ലതുമാണ് ഇതിന് സംഭവിച്ചത്. നമുക്ക് എന്ത് പറയാൻ നോക്കും? അവരാണ് തകർന്നു പോയി. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ നമ്മളെല്ലാവരും കല്യാണത്തിന് വിളിക്കണം, നമ്മളെല്ലാ കല്യാണങ്ങൾക്ക് പോകുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്നു പറഞ്ഞാണോ നമ്മൾ പോകുന്നതും വരുന്നതും? ഒന്നുമല്ല. അങ്ങനെ ഇരിങ്ങനെ സത്യത്തിൽ പറയണമെങ്കിൽ അനാസ്ഥയെന്ന് വേണം പറയാൻ. ഡ്രൈവറിന്റെ ക്ലീനറിന്റെ അനാസ്ഥയാണ് ഇത്രയും മരണത്തെ കൊണ്ട് നിർത്തിച്ചത്. പക്ഷെ അവരും മരിച്ചു. ഇതിപ്പം ഈ മെയ് 14 29ാമത്തെ വർഷം തുടങ്ങി. 96 മെയ് 14 തീയതിയാണ് സംഭവം. അതായിരിക്കും. പക്ഷെ ആ സിനിമയ്ക്കകത്തും അങ്ങനെ ഒരു സീൻ ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. ടൈമിലാണ് ഇരിക്കുന്നത്. ഒരു വിശ്വസനീയത എന്നല്ല, എന്തോ ഒരു ആസ്വദികത എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ആയിപ്പോയി. ആ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗം ഒറിജിനലായിട്ട് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. സിനിമയ്ക്കകത്ത് അങ്ങോട്ട് ചാടുന്നതായിട്ടും ഇത് ഒറിജിനൽ വന്ന് ഇടിക്കുന്നതായിട്ടും ടൈമിൽ കണ്ടോ. 99% ആൾക്കാരും അവിടെ പിന്നെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഭാര്യയാണ്. 1% ഉള്ളത് ആലപ്പുഴയിലേക്ക് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഗേറ്റ് വന്നു. ഗേറ്റ് വന്ന് ആശുപത്രിമാർ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇതുവരെ പിന്നെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഈ വിവാഹം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരുപാട് പേര് മരിച്ചു. വിവാഹം കഴിഞ്ഞ പയ്യന്റെ പിന്നെ അമ്മ, ഒരു ജ്യേഷ്ഠൻ, 2 അനുജന്മാർ, പിന്നെ വല്യമ്മയുടെ ഒരു മകള്, ഒത്തിരി ആൾക്കാർ അവിടെ വീട്ടിൽ മരിച്ചിട്ടുണ്ട്. അത് ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അമ്മ. അങ്ങനെ ആ ഒരു വീട്ടിൽ തന്നെ 7-10 എണ്ണത്തോളൂ മരിച്ചു. ബോധം പോയൊന്നുമില്ല. വീട്ടിൽ കിട്ടുന്നത് നമ്മുടെ എനിക്ക് ഓർമ്മയാണ്. സ്കൂളാണ്. കാരണം എനിക്ക് ഈ തലവേദന ഒരു അസുഖം ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഗ്ലാസ്സൊക്കെ വെച്ച് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും TV കാണുന്ന പരിപാടിയില്ല, TV കാണത്തുമില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ഇരുന്നത് തന്നെ. ഒരു പക്ഷെ അതായിരിക്കും രക്ഷപ്പെട്ടു. അപ്പോൾ ഒരുപാട് സ്ത്രീകളാണ്. കാരണം ഇവിടെ തന്നെ 3, അവളുടെ വീട്ടിൽ 2 5, തെക്കേ 2 7, ഇങ്ങനെ ഒരുപാട് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മരിച്ചത്. ഒരിക്കലും അല്ല. ഇനി നമ്മൾ മറക്കണമെന്ന് നമ്മൾ മരിക്കണം. നമ്മൾ മരിച്ചതിൽ നിന്ന് മറക്കാനും പറ്റുള്ളൂ. അതുവരെ മറക്കുന്ന